Hi everyone, welcome to Vinita's Curry Pot. ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഈ ക്രേ പേപ്പർ വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന റോസിൻ്റെ വീഡിയോ ആണ് കാണാൻ പോണത് കേട്ടോ. ഈ റോസ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണാൻ പോണത്. ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ചെയ്യാതെ കാണുന്നവരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ റെഡ് ക്രേ പേപ്പറിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഞാനൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഫുൾ പേപ്പറിൽ നിന്നാണ് ഇങ്ങനെ ഒരു 6 സെൻറ്റിമീറ്ററിൽ വെട്ടിയെടുത്തിരിക്കുന്ന പേപ്പറാണിത്. ഇനി നമുക്കിത് എങ്ങനെയാണ് പെറ്റൽസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുന്നതെന്നുള്ളതൊന്ന് കാണാം. വെറുതെ ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മതി. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മൾ മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ മാറ്റി മടക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇത്ര തവണയെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കതിങ്ങനെ നമ്മൾ കത്രിക വെച്ച് വെട്ടാൻ പറ്റുന്ന ഒരു കനത്തിന്. ഒരുപാട് തിക്കായാൽ നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്യുമ്പോഴേക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് വെട്ടേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും തിക്നെസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിലും കൂടുതൽ തിക്കാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സിസർ വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു തിക്കിലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു പെറ്റലിൻ്റെ സൈസിലേക്ക് ഒന്ന് വെട്ടിയെടുക്കണം. ഇതാ നമ്മുടെ പെറ്റൽസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ പേനയുടെയൊക്കെ റീഫില്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ആ പെറ്റൽ പോലെ ഒന്ന് ചുരുങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് എൻഡിൽ നിന്നും റീഫില്ലെടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നല്ല പെറ്റൽ പോലെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കുകയാണെങ്കിലും എന്താ ശരിക്കും ഇതള് പോലെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് ഫ്ലവറായിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ളതായി ഇത് കണ്ടോ, ഞാൻ ഇതിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇത് നമുക്ക് ചെയ്തെടുക്കണം ആദ്യം, ഈ പെറ്റൽസ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഞാനിപ്പോൾ റെഡ് ഫ്ലവർ ആയതുകൊണ്ട് സെൻറ്ററിലുള്ളത് യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ യെല്ലോ ആണെങ്കിൽ ഞാൻ നടുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ കളറിലുള്ള ഇത് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള കളർ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു യെല്ലോ പേപ്പർ, ഒരു ചെറിയ കഷ്ണം, ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ചൊന്ന് ചുറ്റിയെടുക്കണം. ജസ്റ്റ് നിങ്ങൾക്കൊരു ചെറിയൊരു ബഡിൻ്റെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഓരോ പെറ്റൽസായിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ ഫ്ലവർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാ ഫ്ലവറും ചേർത്ത് നമുക്കൊന്ന് ഒരു ബൊക്കയുടെ ഷേപ്പിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് അടുത്തായിട്ട് നമുക്കിതിനൊരു ലീഫും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 10x10 സെൻറ്റിമീറ്ററിലുള്ള ഒരു ഗ്രീൻ കളറ് ക്രേ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം നടുവേ ഒന്ന് മടക്കി കൊടുക്കാം. ഒരു തവണ മടക്കി ഒന്നും കൂടെ മടക്കണം. മൊത്തം നമ്മൾ 3 തവണ മടക്കണം. അത് 2 3 തവണ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടത് ഇങ്ങനെ ഈ മടക്ക് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഓപ്പണൻ്റ് ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള ഇങ്ങനെ ഓപ്പണൻ്റ്, അപ്പോൾ അവിടെ നിന്ന് വേണം നമ്മളിനി കട്ട് ചെയ്യാനായിട്ട്, ലീഫ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നിവർത്തി നോക്കുമ്പോൾ അതൊരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് മൊത്തം 4 ലീഫ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിൽ. 1 2 3 4 4 ലീഫ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതിൽ കിട്ടും. ഇത് നമുക്കിനി ആ പൂവിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ചുമ്മാ ഇതിൻ്റെ ഒരു എൻഡിൽ കുറച്ചിങ്ങനെ പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സ്റ്റെം ഉണ്ടല്ലോ അതിലേക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഞാൻ വെറുതെ ഒരു ലീഫ് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പൂവിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ലീഫുകൾ വെക്കണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വെറുതെ ഒരു ലീഫ് ഒട്ടിച്ചൊന്ന് എടുത്തിരുന്നേ ഉള്ളൂ. ഒക്കെ നമുക്കിനി ഇത് എല്ലാ പൂവും ചേർത്ത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇത് ഫ്ലവർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനതിനുള്ള റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായാലും നിങ്ങളുടെ ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൊക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്ലവറാണിത്. ഏറിയാൽ ഒരു അരമണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു സർപ്രൈസായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാം. നല്ലൊരു ഇത് നമ്മുടെ വീടൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ നല്ലൊരു ഐഡിയ ആണിത്, ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണിത്. അപ്പോൾ ഇങ്ങനെ കാശൊക്കെ കൊടുത്ത് നമ്മൾ ഫ്ലവർ വേസൊക്കെ പൂവൊക്കെ വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് നമുക്ക് തന്നെ ചെയ്ത് ഇങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.